ഫാർമർ ഐ ഡിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫാർമർ ഐ ഡി രജിസ്ട്രേഷൻ ചെയ്തവരും അതുപോലെ ഇനി ചെയ്യാനുള്ളവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. മുൻപ് കൃഷിഭവനുകൾ വഴി മാത്രം സാധ്യമായിരുന്ന കർഷക രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമായി ഓൺലൈൻ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇത് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലല്ല ചെയ്യേണ്ടത്. അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ വഴിയാണ് കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കേരളത്തിൽ 2025 തന്നെ നിരവധി പേർ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടത്തിയവർ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്ന് വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി രജിസ്ട്രേഷൻ ചെയ്യാനുള്ളവർക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ഭൂമിയുടെ ഏറ്റവും പുതിയ നികുതി റെസീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കർഷക രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള CSC കേന്ദ്രങ്ങൾ വഴിയും കർഷക രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങൾ സ്വന്തമായാണ് ഓൺലൈൻ വഴി ചെയ്യുന്നതെങ്കിൽ ആദ്യം കേരള ഫാർമർ രജിസ്ട്രി അഗ്രി സ്റ്റാക്ക് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ കർഷക ലോഗിൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. ഇത് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആധാർ നമ്പർ നൽകിയതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഇതിനുശേഷം നിങ്ങളുടെ പേര്, വിലാസം തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളും ഭൂമിയുടെ വിവരങ്ങളായ താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ, തണ്ടപ്പേര് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യുക. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്താൽ റവന്യൂ വകുപ്പ് നിങ്ങളുടെ ഭൂമിരേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് ഒരു ഏകീകൃത കർഷക ID നമ്പർ അനുവദിക്കുന്നതാണ്. ഇനി സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആവശ്യമായ രേഖകളുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ പോയാൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തു തരും. വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട്. ഈ മാസം തന്നെ ഇത് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർഷക രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ ആദ്യം കേരള ഫാർമർ രജിസ്ട്രി പോർട്ടൽ തുറക്കുക. ഹോം പേജിൽ കാണുന്ന ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ച എൻറോൾമെൻറ്റ് ID അവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ കർഷക ID നിലവിൽ അപ്രൂവ്ഡ് ആയോ അല്ലെങ്കിൽ പെൻഡിംഗ് ആണോ എന്ന് സ്ക്രീനിൽ കാണാൻ സാധിക്കും. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.